ഹമാസിന് മുന്നറിയിപ്പുമായി ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു. ശനിയാഴ്ചയ്ക്കകം ബന്ദികളെ കൈമാറിയില്ലെങ്കിൽ ഗസ ആക്രമിക്കും എന്നാണ് മുന്നറിയിപ്പ്. ഇസ്രയേൽ സുരക്ഷാ ക്യാബിനറ്റിന് ശേഷമായിരുന്നു നെതന്യാഹുവിന്റെ പ്രതികരണം. ഗീസ് പീറ്റർ പോൾ ന്യൂസ് ഡെസ്കിൽ നിന്ന് വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ഗീസ്, വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? ഉന്മേഷ്, കഴിഞ്ഞ ദിവസമാണ് ഈ ബന്ദികളെ വിട്ടയക്കുന്നതിൽ നിന്ന് താൽക്കാലികമായി ഒരു തീരുമാനം, അല്ലെങ്കിൽ ബന്ദികളെ ഉടൻ വിട്ടയക്കില്ല എന്ന് ഹമാസ് തീരുമാനമെടുക്കുന്നത്. ഇക്കാര്യം ഹമാസിന്റെ സൈനിക വക്താവ് സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ അറിയിക്കുകയും ചെയ്തു. പിന്നാലെ രൂക്ഷമായ വിമർശനങ്ങൾ ലോകരാജ്യങ്ങളിൽ നിന്നും ഉണ്ടായി. കാരണം ഈ പശ്ചിമേഷ്യ സംഘർഷം അത് ഏതെങ്കിലും വിധത്തിൽ അവസാനിപ്പിക്കുവാൻ വേണ്ടി ലോകരാഷ്ട്രങ്ങൾ ഉറ്റുനോക്കുകയാണ്. അതിനിടയിലാണ് ഹമാസിന്റെ ഇത്തരത്തിലുള്ള നീക്കം. ഹമാസ് പ്രധാനമായി മുന്നോട്ട് വെച്ചത് ഇസ്രായേൽ സൈനിക നടപടിയിൽ നിന്ന് പിന്മാറുന്നു, അല്ലെങ്കിൽ ഇസ്രായേൽ കരാർ ലംഘനം നടത്തുകയാണ്. ഒപ്പം ഹമാസിന്റെ വേണ്ടി വരുന്ന ലോകരാഷ്ട്രങ്ങളുടെ സഹായം അത് ഇസ്രായേൽ സൈന്യം തടയുന്നു. ഈ രണ്ട് ആരോപണങ്ങൾ മുന്നോട്ട് വെച്ചുകൊണ്ടാണ് ഹമാസ് ഇത്തരത്തിൽ നിർണായകമായൊരു പ്രഖ്യാപനം കഴിഞ്ഞ ദിവസം നടത്തിയത്. താൽക്കാലികമായി ഈ ബന്ദികളെ വിട്ടയക്കുന്നത്, അല്ലെങ്കിൽ ബന്ദികളെ മടക്കി അയക്കുന്നത് അത് നിർത്തിവെക്കുകയാണ് എന്നത് ആ തീരുമാനം വരുന്നത്. ഇതിന് പിന്നാലെ ലോകരാജ്യങ്ങൾ പ്രതികരിക്കുന്നു. ഇന്ന് ഇസ്രായേൽ ഇസ്രായേൽ പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിൽ ചേർന്ന പ്രത്യേക മന്ത്രിസഭാ യോഗത്തിന് ശേഷമാണ് പ്രധാനമന്ത്രിയായ നെതന്യാഹു തന്നെ ഇത്തരത്തിൽ ഒരു മുന്നറിയിപ്പ് നൽകുന്നത്. യഥാർത്ഥത്തിൽ അതൊരു മുന്നറിയിപ്പല്ല. പശ്ചിമേഷ്യയിൽ വീണ്ടും ഒരു സംഘർഷത്തിലേക്ക് നീങ്ങുന്നു, അല്ലെങ്കിൽ നീണ്ടകാലം നീണ്ടുന്ന യുദ്ധം അത് വീണ്ടും ഉടലെടുക്കുന്ന ഒരു സാഹചര്യമാണ് നെതന്യാഹുവിന്റെ എക്സ്പോസ്റ്റിൽ നിന്നും നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത്. നെതന്യാഹു പറയുന്നത് ഇത്ര പ്രകാരമാണ്: ശനിയാഴ്ച ഉച്ചയ്ക്ക് മുമ്പായി ബന്ദികളെ പൂർണ്ണമായും വിട്ടയക്കുവാൻ ഹമാസ് തയ്യാറാകണം. അല്ലാത്ത പക്ഷം കടുത്ത സൈനിക നടപടി ഹമാസിന് മേലെ ഉണ്ടാകും. ഗസ മുനമ്പിന് നേരെയും ഗസയ്ക്കകത്ത് കയറിയും ആക്രമിക്കുവാൻ തയ്യാറെടുക്കും എന്നുള്ള മുന്നറിയിപ്പാണ് നൽകുന്നത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഹമാസിന്റെ ഈ നിർണായക പ്രഖ്യാപനം അത് രണ്ടാം ഘട്ട വെടിനിർത്തൽ ചർച്ചകൾ നടക്കുമ്പോഴാണ് ഹമാസ് ഇത്തരത്തിൽ പ്രഖ്യാപനം നടത്തുന്നത്. ഉടനെ തന്നെ ഇസ്രായേൽ പ്രതികരിച്ചിരുന്നു. ഇസ്രായേൽ കഴിഞ്ഞ ദിവസം പറഞ്ഞത് ഏത് രീതിയിലും സൈനിക നടപടികളെ നേരിടുവാൻ ഹമാസ് തയ്യാറായിക്കോളൂ എന്നൊരു മുന്നറിയിപ്പ് ഇന്നലെ തന്നെ ഈ പ്രഖ്യാപനത്തിന് പിന്നാലെ നൽകിയതാണ്. ഇന്ന് സൈനികരുമായും പ്രതിരോധ മന്ത്രിയുമായും നടത്തിയ ചർച്ചയ്ക്ക് പിന്നാലെയാണ് ഇപ്പോൾ കടുത്ത നടപടിയിലേക്ക് ഇസ്രായേൽ കടക്കുന്നത്. യുദ്ധം തന്നെയാണ് ലക്ഷ്യം, അല്ലെങ്കിൽ യുദ്ധമാണ് ഒരു പോംവഴിയെന്ന് ഇസ്രായേൽ തർപ്പിക്കുന്നുണ്ട്. ഉന്മേഷ്, ഗീസ് പീറ്ററാണ് വിവരങ്ങൾ നൽകിയത് ന്യൂസ് ഡെസ്കിൽ.